ഇന്ന് കൂടുതൽ ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് വീട്ടിൽ എങ്ങനെ നെബുലൈസ് ചെയ്യാമെന്നുള്ളത്. ദ്രാവക രൂപത്തിലുള്ള മരുന്നിനെ വാതക രൂപത്തിലാക്കി എളുപ്പത്തിൽ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റുന്ന ഒരു മെഷീനാണ് നെബുലൈസർ. നെബുലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. കൈ നന്നായി വാഷ് ചെയ്യുക. 2. പേഷ്യൻറ്റിനെ ഇരിക്കുന്ന പൊസിഷനിലായിരിക്കും ഏറ്റവും നല്ലത്. ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ തലഭാഗം ഉയർത്തി കിടത്തുക. നെബുലൈസേഷൻ ചെയ്യുന്ന സമയത്ത് 2 തരം മാസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ മാസ്കും മുതിർന്നവർക്കാണെങ്കിൽ വലിയ മാസ്കുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാസ്കുകളുടെ കാര്യത്തിൽ എപ്പോഴും സിംഗിൾ യൂസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി റീയൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം റീയൂസ് ചെയ്യുക. ഇതാണ് നെബുലൈസേഷൻ മെഷീന്. ആദ്യം പ്ലഗ് കണക്ട് ചെയ്യുക. ഇത് നെബുലൈസേഷൻ ട്യൂബാണ്. ഇത് ഇവിടെ കണക്ട് ചെയ്യുക. ഇത് നെബുലൈസേഷൻ കപ്പാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഇതിലേക്ക് ഒഴിക്കുക. ഈ ക്യാപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിലുണ്ടായാൽ മാത്രമേ ആവി പുറത്ത് വരികയുള്ളൂ. ശേഷം മാസ്ക് കണക്ട് ചെയ്യുക. ശ്വസിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോക്ടർ കണ്ടതിന് ശേഷം മാത്രമേ നെബുലൈസ് ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു.